ദേവലക്ഷ്മി ഭാഗം 25. നീതു അവിടെ ചെല്ലലും ഗൗരി ഓപ്പറേഷൻ തിയേറ്ററിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയതും ഒരുപോലെയായിരുന്നു. നീതുവിൻ്റെ അണപ്പ് കണ്ട് ഗൗരി കളിയാക്കി ചോദിച്ചു, എന്തു പറ്റി നീതു? നിന്നെ പട്ടി വല്ലതും ഓടിച്ചോ? ഡി ഗൗരി, മോനെന്തേ? നിന്നെ ഏൽപ്പിച്ചിട്ടല്ലേ ഞാൻ സർജറിക്ക് കയറിയത്. ഗൗരി, നീ തമാശ പറയാതെ. അതിന് ഞാൻ കുഞ്ഞിൻ്റെ ബ്ലഡ് സാമ്പിൾ കൊടുത്തതിന് ശേഷം നിങ്ങളെ എൻ്റെ ക്യാബിനിൽ ഇരിക്കാൻ പറഞ്ഞിട്ടല്ലേ ഞാൻ പോയത്. അതിനുശേഷം ഞാൻ നിന്നെ കണ്ടതേയില്ലല്ലോ. ഓ, അപ്പോൾ നിന്റെ ആ നേഴ്സില്ലേ ആമി, അവൾ കുഞ്ഞിനെ നിന്റെ കയ്യിൽ തന്നില്ലേ? അവൾക്ക് കുട്ടികളെ വലിയ ഇഷ്ടമാണെന്ന് നീ പറഞ്ഞില്ലേ? അപ്പോൾ അവളുടെ കയ്യിൽ കാണും. ഗൗരി പറയുന്നത് കേട്ട് നീതു ഞെട്ടി. ഡി ഗൗരി, നീ എന്താ പറയുന്നത്? നീ കുഞ്ഞിനെ നേഴ്സ് ആമിയുടെ കയ്യിൽ കൊടുത്തെന്നോ? അവൾ ഇവിടുന്ന് റിസൈൻ ചെയ്തു. ഇത് കേട്ട് ഞെട്ടിയത് ഗൗരിയായിരുന്നു. സത്യവാ നീതു, കാഷ്വാലിറ്റിയിൽ ഡോക്ടർ വേണുവിൻ്റെ പേഷ്യൻ്റ് ക്രിട്ടിക്കൽ ആണ് എന്ന് എന്നെ അറിയിച്ചതും കുഞ്ഞിനെ നോക്കിക്കോളാം എന്ന് പറഞ്ഞതും എല്ലാം അവളായിരുന്നു. ഞാനത് വിശ്വസിച്ചു പോയി. നീ വരുമ്പോൾ കുഞ്ഞിനെ ഏൽപ്പിക്കണേ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ പോയത്. നീതു, എൻ്റെ മോൻ എന്തേടി എന്ന് പറഞ്ഞ് ഗൗരി ചലനമറ്റ് താഴേക്ക് വീഴാൻ പോയതും നീതു അവളെ ചേർത്ത് പിടിച്ചു. അപ്പോഴേക്കും കുറേ നേഴ്സന്മാർ ഓടി വന്നു. അവരുടെ കൂടെ സഹായത്തോടെ ഗൗരിയെ കാഷ്വാലിറ്റിയിലേക്ക് കൊണ്ടുപോയി. നീതു അവളെ ചെക്ക് ചെയ്തു. BP ഷൂട്ടായതായിരുന്നു. നീതു ഫോൺ എടുത്ത് ആദിയെയും ജിത്തുവിനെയും മാറി മാറി വിളിച്ചു. മീറ്റിങ്ങിൽ ആയതുകൊണ്ട് തന്നെ രണ്ടാളുടെയും ഫോൺ സൈലൻറ്റിലായിരുന്നു. അപ്പോഴാണ് ഗൗരിയുടെ ഫോണിൽ ഒരു അൺനോൺ നമ്പറിൽ നിന്നും കോൾ വന്നത്. നീതു ഗൗരിയെ നോക്കിയപ്പോൾ ആൾ നല്ല മയക്കത്തിലാണ്. രണ്ടും കൽപ്പിച്ച് നീതു കോൾ അറ്റൻഡ് ചെയ്യാൻ തീരുമാനിച്ചു. നമ്മുടെ നീതു കൊച്ചിന് കുറച്ച് മിമിക്രിയൊക്കെ അറിയാം. അതുകൊണ്ട് തന്നെ നീതു ഫോൺ അറ്റൻഡ് ചെയ്തു. ഗൗരിയുടെ സ്വരത്തിൽ ഹലോ പറഞ്ഞു. മറുഭാഗത്തു നിന്നും ഹലോ ഡാർലിംഗ് എന്ന് ആരോ പറഞ്ഞു. പരിചയമില്ലാത്ത സ്വരമായതുകൊണ്ട് തന്നെ നീതുവിൻ്റെ നെറ്റി ചുളിഞ്ഞു. ഗൗരിമോൾക്ക് ഏട്ടനെ മനസ്സിലായില്ല അല്ലേ? മോൾ എന്നെ മറന്നുപോയോ? ശേഷം അയാളുടെ സ്വരം കനത്തു. ഞാൻ ആരോ? നീ അന്ന് എൻ്റെ തലക്കടിച്ചിട്ടാ പോയത്. പോരാത്തതിന് നീ എൻ്റെ ശത്രുവിൻ്റെ ഭാര്യയും. എനിക്കറിയാം നിനക്ക് നിൻ്റെ മോനെ ജീവനോടെ വേണമെന്ന്. അവനെ നിനക്ക് ജീവനോടെ വേണമെങ്കിൽ കിടക്കുന്ന എൻ്റെ ബ്ലാക്ക് സ്കോർപ്പിയോയിൽ ആരും കാണാതെ വന്നു കയറണം. എനിക്കറിയാം അവിടെ നിൻ്റെ സുരക്ഷയ്ക്ക് ഒരുപാട് ആളുകൾ ഹോസ്പിറ്റലിനകത്തും പുറത്തുമുണ്ടെന്ന്. നീ ആരും അറിയാതെ വേണം വരാൻ. അല്ലെങ്കിൽ ഞാൻ പറയണ്ടല്ലോ എന്താ സംഭവിക്കുന്നതെന്ന്. ആരവ് പറഞ്ഞത് ഒക്കെ കേട്ട് ഞെട്ടി നിൽക്കുകയാണ് നീതു. ശേഷം നീതു സ്വബോധത്തിൽ വന്നുകൊണ്ട് ആരവിനോട് പറഞ്ഞു, ഏയ്, എൻ്റെ മോനെ ഒന്നും ചെയ്യല്ലേ, ഞാൻ വരാം. നിങ്ങൾ പറഞ്ഞതുപോലെ എവിടെ വേണമെങ്കിലും. ഗുഡ് ഗേൾ. അപ്പോൾ ഏട്ടൻ്റെ മോൾക്ക് അനുസരണയൊക്കെ ഉണ്ടല്ലേ? അപ്പോൾ പെട്ടെന്ന് വരാൻ നോക്ക് എന്ന് പറഞ്ഞ് ആരോ ഫോൺ കട്ട് ചെയ്തു. ശേഷം ഒരു വിജയച്ചിരിയോടെ പൂജയോട് ആരോ പറഞ്ഞു, നമ്മളുടെ പ്ലാൻ സക്സസ് ആണ്. ഇനി ആദിയുടെ ലച്ചു എനിക്ക് സ്വന്തം. എന്നാൽ അവർ അറിഞ്ഞില്ല അവർക്കുള്ള പണി അവർ എരന്നു വാങ്ങിയതാണെന്ന്. ഫോൺ വെച്ചതിന് ശേഷം നീതു ഗൗരിയെ നോക്കി. ശാന്തമായി മയങ്ങുകയാണ്. നീതു അവളുടെ നെറ്റിയിൽ ഒരു മുത്തം നൽകി. ശേഷം അവളുടെ കയ്യിൽ പിടിച്ച് മനസ്സിൽ പറഞ്ഞു, ഈ നീതു ഉള്ളപ്പോൾ നമ്മുടെ മോനെ ആരും ഒന്നും ചെയ്യില്ല. ഞാൻ തിരിച്ചു കൊണ്ടുവരും അവനെ. അതുവരെ നീ ഇവിടെ കിടന്ന് മയങ്ങ് എന്ന് പറഞ്ഞുകൊണ്ട് നീതു ഗൗരിക്കൊരു ഇഞ്ചക്ഷൻ നൽകി. എന്നിട്ട് നേഴ്സിനോട് പറഞ്ഞു, മോന് വയ്യാത്തതുകൊണ്ട് ഇന്നലെ ഉറങ്ങിയിട്ടില്ല. കൂടാതെ ഈ സർജറിയും കൂടെ ആയപ്പോൾ അവൾ നല്ല ടയേർഡാണ്. കുറച്ചു നേരം റെസ്റ്റ് എടുക്കട്ടെ. എനിക്കൊരു ഫ്രണ്ടിനെ കാണാൻ പോകണം. ഞാൻ വരുന്നതുവരെ ഒന്ന് ശ്രദ്ധിച്ചോണേ എന്ന് പറഞ്ഞ് നേഴ്സിനെ ഗൗരിയെ ഏൽപ്പിച്ചിട്ട് അവൾ പുറത്തേക്ക് വന്നു. പോകുന്ന വഴിയിൽ ഡോക്ടർ എവിടെ പോകുന്നെന്ന് ചോദിച്ചവരോടെല്ലാം മുഖത്ത് നല്ല സന്തോഷം വരുത്തി ഒരു ചെറുചിരിയോടെ തന്നെ നീതു പറഞ്ഞു, ഒരു ഫ്രണ്ടിനെ കാണാൻ പോവുകയാണെന്ന്. കാരണം ജിത്തു നീതുവിനോട് പറഞ്ഞിരുന്നു, ഗൗരിയുടെ സുരക്ഷയെ കരുതി ഹോസ്പിറ്റലിൽ പലയിടത്തും ആദിയുടെ ആൾക്കാരെ നിയമിച്ചിട്ടുണ്ട് എന്ന്. അതുകൊണ്ട് ആർക്കും ഒരു സംശയം വരാത്ത രീതിയിൽ തന്നെ വേണം എല്ലാം ഹാൻഡിൽ ചെയ്യാൻ.
അല്ലേൽ എൻ്റെ മോൻ്റെ ജീവന് അത് ആപത്താണ് എന്ന് അവൾക്കറിയാമായിരുന്നു. ഇനിയുള്ള കടമ്പ പുറത്തു നിൽക്കുന്ന അലക്സാണ്. അലക്സ് കാണാതെ വേണം അയാൾ പറഞ്ഞ വാഹനത്തിൽ കയറാൻ. എന്തു ചെയ്യും എന്ന് കരുതി നിൽക്കുമ്പോഴാണ് അയാൾക്കൊരു കോൾ വന്നത്. അലക്സ് മാറി നിന്ന് സംസാരിക്കുന്നത് കണ്ട നീതു ഇത് തന്നെ പറ്റിയ തക്കം എന്ന് കരുതി നീതു വേഗം പുറത്തു കിടന്ന ആരവിൻ്റെ ആൾക്കാർ ഉണ്ടായിരുന്ന വണ്ടിയിലേക്ക് ഓടിക്കയറി. അതിൽ ആരവില്ലായിരുന്നു. ഗൗരിയെ അറിയാവുന്ന ആരുമില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ നീതുവിന് ആശ്വാസമായി. ശേഷം അതിലൊരു ഗുണ്ട അവളുടെ മുഖം മൂടുകയും നീതുവിൻ്റെ കൈകൾ കൂട്ടിക്കെട്ടുകയും ചെയ്തു. ആ ഗുണ്ടകൾ അവിടുന്ന് അവളെ കൊണ്ടുപോയി ഒരു റൂമിലിട്ട് ലോക്ക് ചെയ്തു. മുഖം മൂടിയതുകൊണ്ട് തന്നെ എവിടെയാണെന്നൊന്നും നീതുവിന് അറിയില്ലായിരുന്നു. എന്നാൽ ഇതേ സമയം മീറ്റിങ്ങിനിടയിൽ തന്നെ ആദിയുടെ മനസ്സ് വല്ലാതെ ഡിസ്റ്റർബായിരുന്നു. പെട്ടെന്ന് അവൻ്റെ ഓർമ്മയിൽ വന്നത് മോൻ്റെ മുഖമായിരുന്നു. മോന് ടെമ്പറേച്ചർ വീണ്ടും കൂടിയോ എന്നൊക്കെ അവൻ ആലോചിച്ചു. എത്രയും പെട്ടെന്ന് മീറ്റിംഗ് ഒന്ന് കഴിഞ്ഞെങ്കിൽ എന്നവൻ ആഗ്രഹിച്ചു. മീറ്റിംഗ് കഴിഞ്ഞതും ആദ്യ വേഗം ഫോൺ എടുത്തു. നോക്കിയപ്പോൾ ഗൗരിയുടെയും നീതുവിൻ്റെയും ഒരുപാട് മിസ് കോൾ ഉണ്ടായിരുന്നു. ഇതേ സമയം ജിത്തുവും ഫോൺ എടുത്തു നോക്കി. ഡാ ആദി, ഗൗരിയുടെയും നീതുവിൻ്റെയും 15 മിസ് കോൾ. ഇത്രയും കോൾ നമ്മളെ ചെയ്യണമെങ്കിൽ എന്തെങ്കിലും എമർജൻസി ഉണ്ടായിരിക്കണം. ശേഷം ആദി ഗൗരിയുടെ ഫോണിലും ജിത്തു നീതുവിൻ്റെ ഫോണിലും വിളിച്ചു. എന്നാൽ 2 ഫോണും സ്വിച്ച് ഓഫ് ആയിരുന്നു. ആദി വാച്ചിലേക്ക് നോക്കി. സമയം 4 കഴിഞ്ഞു. അവർ വീട്ടിലുണ്ടാവും എന്ന് കരുതി ആദ്യ നിത്യയുടെ ഫോണിൽ വിളിച്ചു. നിത്യ ഫോൺ എടുത്തതും മമ്മി, ഗൗരിയും നീതുവും എന്തേ? അവരുടെ ഫോൺ സ്വിച്ച് ഓഫ് ആണല്ലോ എന്നൊക്കെ ആദി ഒറ്റ ശ്വാസത്തിൽ ചോദിച്ചു. ഡാ ആദി, അവർ ഇതുവരെ വീട്ടിൽ വന്നിട്ടില്ല. ഞാനും ഗൗരിയെയും നീതുവിനെയും വിളിച്ചിരുന്നു, കിട്ടിയില്ല. അവസാനം അലക്സിനെ വിളിച്ചു. അവനൊന്നും അറിയില്ല, ഇപ്പോഴും ഹോസ്പിറ്റലിന് പുറത്തു തന്നെയുണ്ട്. അവർ 2 ആളും പുറത്തേക്ക് വരുന്നത് കണ്ടില്ല എന്നും പറഞ്ഞു. ശേഷം അലക്സ് ഹോസ്പിറ്റലിൽ പോയി അന്വേഷിച്ചു. ഗൗരിക്ക് BP ഷൂട്ടായി. അവിടെ ക്യാഷ്വാലിറ്റിയിലുണ്ടായിരുന്നു. നീതു ഒരു ഫ്രണ്ടിനെ കാണാൻ പോയി എന്ന് ഒരു നേഴ്സ് പറഞ്ഞു. ചിലപ്പോൾ മോൻ അവളുടെ കൂടെ കാണുമെന്ന് ഞാൻ വിചാരിച്ചു എന്ന് നിത്യ പറഞ്ഞു. ഇത് കേട്ട് ശരി മമ്മി, ഞാൻ പിന്നെ വിളിക്കാം എന്ന് പറഞ്ഞ് ആദി ഫോൺ കട്ട് ചെയ്തു. ഡാ ആദി, ആൻറ്റി എന്താ പറഞ്ഞത്? അവർ അവിടെ ഉണ്ടോ? ഡാ ജിത്തു, ഇന്നെന്തോ ഹോസ്പിറ്റലിൽ സംഭവിച്ചിട്ടുണ്ട്. ശേഷം ആദി നിത്യ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ജിത്തുവിനോട് പറഞ്ഞു. ഇതെല്ലാം കേട്ട് കഴിഞ്ഞ് ജിത്തു പറഞ്ഞു. ഡാ നീതു, അവൾക്ക് ഗൗരിയെ അല്ലാതെ വേറൊരു ഫ്രണ്ടില്ല. പിന്നെ ഗൗരി BP ഷൂട്ടായി കിടക്കുമ്പോൾ ഒരിക്കലും നീതു ഗൗരിയെ തനിച്ചാക്കി പോവില്ല. എവിടെയോ എന്തോ ചതി നടന്നിട്ടുണ്ട്. നമ്മൾ ഇത്രയും സെക്യൂരിറ്റി ഏർപ്പെടുത്തിയിട്ടും എന്തോ നടന്നിട്ടുണ്ട്. ഡാ ജിത്തു, വേഗം കയറ്, നമുക്ക് ഹോസ്പിറ്റലിലേക്ക് പോകാം. എന്തെങ്കിലും ഒരു ക്ലൂ അവിടുന്ന് കിട്ടാതിരിക്കില്ല. ആദ്യം ജിത്തുവും CCTV ഫുട്ടേജ് ചെക്ക് ചെയ്തു. അതിൽ നിന്നും സംശയിക്കത്തക്ക ഒന്നും കാണാൻ കഴിഞ്ഞില്ല. ഡാ ജിത്തു, ഒന്ന് സ്ലോ ചെയ്തേ. അത് ഓപ്പറേഷൻ തിയേറ്ററിന് പുറത്തുള്ള CCTV വിഷ്വലായിരുന്നു. അതിൽ നീതു നിന്ന് അണയ്ക്കുന്നതും ഗൗരി ചിരിയോടെ എന്തേ പറയുന്നതും പെട്ടെന്ന് ഗൗരിയുടെ മുഖം മാറുന്നതും അവൾ കുഴഞ്ഞു വീഴുന്നതുമായിരുന്നു ഉണ്ടായിരുന്നത്. ശേഷം ആദ്യ ഹോസ്പിറ്റലിൽ താൻ നിർത്തിയ ആളുകളോട് മോനെക്കുറിച്ച് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത്, മേഡം നീതു ഡോക്ടറുടെ മുറിയിലേക്ക് മോനെ കൊണ്ട് പോകുന്നത് കണ്ടിരുന്നു. ശേഷം ഞങ്ങൾ മേഡത്തിൻ്റെ കയ്യിലോ നീതു ഡോക്ടറുടെ കയ്യിലോ മോനെ കണ്ടില്ല. നീതു ഡോക്ടർ ഒരു ഫ്രണ്ടിനെ കാണാൻ പുറത്തു പോയിരുന്നു. അപ്പോഴും കയ്യിൽ കുഞ്ഞില്ലായിരുന്നു. ഇതിൽ നിന്നും ആദിക്കും ജിത്തുവിനും മനസ്സിലായി കുഞ്ഞിന് എന്തോ ആപത്ത് പറ്റിയെന്ന്. നീതുവിനും ഗൗരിക്കും ഒരുപോലെ പ്രിയപ്പെട്ടതാണ് ആയുഷ്മോൻ. നീതു പോയത് അവനെ കൊണ്ടുപോയവരുടെ താവളത്തിലേക്കാണെന്നും. ശേഷം ആദ്യം ജിത്തുവും ഹോസ്പിറ്റലിന് പുറത്തെ വിഷ്വൽസ് ചെക്ക് ചെയ്തു. ആ വിഷ്വൽസ് കണ്ട് ആദിയുടെ കണ്ണുകൾ രക്തവർണ്ണമായി. മാസങ്ങൾക്ക് ശേഷമാണ് ആദിയിൽ ഈ ഭാവം കാണുന്നത്. ആ വിഷ്വൽസിൽ ഒരു പെൺകുട്ടി മയങ്ങിക്കിടക്കുന്ന തൻ്റെ മോനെ ഒരു ഗുണ്ടയെന്ന് തോന്നിക്കുന്ന ഒരാൾക്ക് കൈമാറുന്നതുണ്ടായിരുന്നു. നീതു ഷാൾ തലയിലിട്ട് തന്നെ ആരും ശ്രദ്ധിക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്തി ഒരു ബ്ലാക്ക് സ്കോർപിയോയിൽ കയറി പോകുന്നതും ആദിയുടെ ശ്രദ്ധയിൽപ്പെട്ടു. അപ്പോൾ മോൻ അപകടത്തിൽ ആണ് എന്ന് അറിഞ്ഞുകൊണ്ടാവണം നീതു പോയത് എന്ന് ആദിക്ക് മനസ്സിലായി. ആദി പെട്ടെന്ന് ആ സ്കോർപിയോയുടെ നമ്പർ നോട്ട് ചെയ്തു. ജിത്തുവിനോടായി പറഞ്ഞു,
ഡാ ജിത്തു, ഈ വണ്ടി ആരുടേതാണെന്ന് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ അലക്സിനോട് പറയ് എന്ന് പറഞ്ഞുകൊണ്ട് ആദി ഗൗരിയുടെ അടുത്തേക്ക് പോയി. ഗൗരി അപ്പോഴും നല്ല മയക്കത്തിലായിരുന്നു. അപ്പോഴാണ് ഗൗരിയുടെ അടുത്തായി കിടക്കുന്ന ഫോൺ അവൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത്. ഇത് ഗൗരിയുടേത് തന്നെയാണ്. അവൻ നോക്കിയപ്പോൾ ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു. അവൻ ഫോൺ ഓൺ ചെയ്തു കോൾ ലിസ്റ്റ് പരിശോധിച്ചു. അപ്പോഴാണ് ആദി കാണുന്നത് ലാസ്റ്റ് കോൾ വന്ന സമയവും നീതു ഇവിടുന്ന് പോയ സമയവും ഏതാണ്ട് അടുത്തടുത്താണ്. അപ്പോഴാണ് ആദി ഓർത്തത് ഗൗരിയുടെ ഫോൺ കോൾ റെക്കോർഡ് ഓൺ ആണെന്ന്. അവൻ കോൾ റെക്കോർഡ് നോക്കിയതും ലാസ്റ്റ് കോളും റെക്കോർഡായിരുന്നു. അവൻ അത് ഓപ്പൺ ചെയ്യാൻ തുടങ്ങിയപ്പോഴേക്കും ജിത്തുവും വന്നിരുന്നു. ശേഷം ആദി കോൾ റെക്കോർഡ് ഓപ്പൺ ചെയ്തു. അതിൽ നിന്നും ഇന്ന് പണി തന്നത് ആരവാണെന്ന് മനസ്സിലായി. ഗൗരിയുടെ സ്വരത്തിൽ സംസാരിച്ചത് നീതു ആണെന്നും. ഡാ ആദി, എൻ്റെ നീതു അറിഞ്ഞോണ്ട് പോയതാ അല്ലേ? എന്നോട് അവൾ പറഞ്ഞതാ ഗൗരിക്കും കുട്ടികൾക്കും വേണ്ടി മരിക്കാനും തയ്യാറാണെന്ന്. ആദി, എനിക്ക് പേടിയാവുന്നു. ശരിയാണ്, നീതുവിൻ്റെ കൈക്കരുത്തിൽ അവന്മാർക്ക് പിടിച്ചു നിൽക്കാൻ കഴിയില്ല. പക്ഷേ ആരവ് എന്തും ചതിയിലൂടെയാണ് നേടുന്നത്. നീ പേടിക്കണ്ട, ഇപ്പോൾ ആളെ മനസ്സിലായല്ലോ എന്ന് പറഞ്ഞ് ആദി ജിത്തുവുമായി പുറത്തേക്ക് പോയി. ശേഷം ഗൗരിയുടെ സുരക്ഷ അലക്സിനെ ഏൽപ്പിച്ച് അവർ വണ്ടി ലക്ഷ്യമാക്കി നടന്നു. ഇതിനിടയിൽ ആദി പീറ്ററെ വിളിച്ച് ആരവിൻ്റെയും പൂജയുടെയും ലൊക്കേഷൻ ചോദിച്ചറിഞ്ഞു. ആരവിൻ്റെ പുതിയ ഫോൺ നമ്പറിൻ്റെ ലൊക്കേഷനും ട്രേസ് ചെയ്തു. പക്ഷേ പീറ്റർ പറഞ്ഞ ലൊക്കേഷനും ഫോണിൻ്റെ ലൊക്കേഷനും രണ്ടായിരുന്നു. ആദി എങ്ങോട്ട് പോകണമെന്നറിയാതെ കാർ ഓടിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് സുരേഷ് വിളിച്ചത്. അദ്ദേഹത്തോട് എന്തു പറയും? അദ്ദേഹം എൻ്റെ കൈകളിൽ അവരെ സുരക്ഷിതമായി ഏൽപ്പിച്ചതല്ലേ എന്നൊക്കെ ആലോചിച്ചിരുന്നതും കോൾ കട്ടായി. ഡാ ആദി, അങ്കിളിനെ അറിയിക്കാതിരുന്നിട്ട് കാര്യമില്ല. ഒരുപക്ഷെ അങ്കിളിന് നമ്മളെ സഹായിക്കാൻ കഴിഞ്ഞാലോ എന്ന് പറഞ്ഞ് ജിത്തു സുരേഷിൻ്റെ ഫോണിലേക്ക് കോൾ ചെയ്തു. ഹലോ അങ്കിൾ, ഞാൻ ജിത്തുവാ എന്ന് പറഞ്ഞ് ജിത്തു ഫോൺ സ്പീക്കറിലിട്ടു. ശേഷം ജിത്തു ഇന്ന് നടന്ന കാര്യങ്ങളെല്ലാം അദ്ദേഹത്തോട് പറഞ്ഞു. ഇത് കേട്ട് സുരേഷ് ചോദിച്ചു, ഇങ്ങനെ ഒന്നും ഉണ്ടായപ്പോൾ എന്തുകൊണ്ട് എന്നെ നേരത്തെ അറിയിച്ചില്ല? അറിയിച്ചിരുന്നേൽ അവരെ നേരത്തെ കണ്ടുപിടിക്കാമായിരുന്നു. എങ്ങനെയാ അങ്കിൾ? അവൻ്റെ ലൊക്കേഷനും ഫോണിൻ്റെ ലൊക്കേഷനും രണ്ടിടത്താണ്. ഇത് കേട്ട് സുരേഷ് പറഞ്ഞു, നമുക്ക് നീതുമോളുടെയും മോൻ്റെയും ലൊക്കേഷൻ മതിയല്ലോ. ഞാൻ ഇവിടുന്ന് പോകുന്നതിന് മുമ്പ് അവർക്ക് 4 ആൾക്കും ഒരു മാല ഇട്ട് കൊടുത്തിരുന്നു. ഒരിക്കലും അതിടാൻ മറക്കരുത് എന്ന് പ്രത്യേകം പറഞ്ഞിരുന്നു. ഞാൻ അതിൻ്റെ ലോക്കറ്റിൽ GPS ട്രാക്കർ വെച്ചിട്ടുണ്ട്. കാരണം എന്തെങ്കിലും ചതി നടന്നാൽ അവരെ കണ്ടുപിടിക്കാമല്ലോ എന്ന ഉദ്ദേശത്തിൽ. ശരി ആദി, ഞാനിപ്പോൾ ചെക്ക് ചെയ്തിട്ട് തിരിച്ചു വിളിക്കാം എന്ന് പറഞ്ഞ് ഫോൺ വെച്ചു. ഇത് കേട്ട് ആദിക്ക് പകുതി സമാധാനമായി. കുറച്ചു കഴിഞ്ഞപ്പോഴേക്കും സുരേഷിൻ്റെ കോൾ വന്നു. നീതുവിൻ്റെയും മോൻ്റെയും ലൊക്കേഷൻ ഒരിടത്ത് തന്നെയാണ്. ശേഷം അദ്ദേഹം ലൊക്കേഷൻ ഷെയർ ചെയ്തു കൊടുത്തു. ഡാ ആദി, ഈ സ്ഥലത്ത് ആരവിനൊരു ഫാം ഹൗസ് ഉണ്ട്. ഈ അടുത്ത് അവൻ വാങ്ങിയതാണ്. ജിത്തു, ഇനി നമുക്ക് കളയാൻ സമയമില്ല. എത്രയും പെട്ടെന്ന് അവിടെ എത്തണം എന്ന് പറഞ്ഞ് ആദിയും ജിത്തുവും സുരേഷ് അയച്ചു കൊടുത്ത ലൊക്കേഷനിലേക്ക് പോയി. തുടരും. അപ്പോൾ എന്നെ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. ബൈ.